പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നിങ്ങൾക്ക് പട്ടം പറത്താൻ മോഹമില്ലേ? ഒരു കഥ കേൾക്കൂ. ടുട്ടുവിൻ്റെ പട്ടം. കടുവാമാമനും ചിക്കു അണ്ണാനും കുഞ്ഞൻ മുയലും കാക്കമുത്തശ്ശിയും പുഴയുടെ തീരത്ത് പഴങ്കഥകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. ആ സമയത്ത് മനോഹരമായ വർണ്ണങ്ങളുള്ള ഒരു പട്ടം കാറ്റിൽ പാറിയെത്തി. അത് കണ്ട് അണ്ണാൻ കുഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു, ആഹാ, നല്ലൊരു വർണ്ണപ്പട്ടം, കാണാൻ എന്തൊരു രസമാണേ, കാറ്റിൽ പൊന്തി പാറുമ്പോൾ ആകെ നല്ലൊരു ഹരമാണേ എന്ന് പറഞ്ഞ് അവൻ ആ പട്ടം കയ്യിലെടുത്തു. അയ്യോ കുഞ്ഞെ, അരുത്, അതാരുടെ പട്ടമാണെന്ന് നമുക്കറിയില്ലല്ലോ. പട്ടം കാണാതെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വിഷമിക്കുന്നുണ്ടാവും. കടുവാമാമൻ പറഞ്ഞു. ഇതെൻ്റേതല്ല, പക്ഷെ നമുക്ക് അന്വേഷിക്കാം. അണ്ണാൻ സന്തോഷത്തോടെ പറഞ്ഞു. വാ, അന്വേഷിക്കാം. ഞാൻ ഓടിച്ചെന്ന് നോക്കാം. കുഞ്ഞൻ മുയൽ കൂടെ കൂടി. അതിലും എളുപ്പം എനിക്കല്ലേ, ഞാൻ പറന്നുപോയി നോക്കാം, കാക്ക മുത്തശ്ശി പറഞ്ഞു. എന്നിട്ട് കാക്ക എല്ലായിടത്തും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാ കാ കാ, ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ മരത്തണലിൽ സങ്കടത്തോടെ ഇരുന്ന് ടുട്ടു മാൻകുട്ടി കരയുന്നു. അമ്മേ, എൻ്റെ മഞ്ഞപ്പട്ടം പോയി എന്ന് മാൻകുഞ്ഞ് പറഞ്ഞു. അയ്യോ അമ്മേ, എൻ പട്ടം എങ്ങോ പാറിപ്പോയല്ലോ, പട്ടം പറത്തി കൊതി തീർന്നില്ല, കഷ്ടം ഞാനമ്മേ, എന്തു ചെയ്യും? അപ്പോൾ കൂട്ടുകാരവിടെ എത്തി. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, ഇതാണ് നിന്റെ പട്ടം. ടുട്ടുവിന് അതിയായ സന്തോഷമുണ്ടായി. അവൾ പറഞ്ഞു, ഹൗ, സമാധാനമായി. ഇനി മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് അവൾ കൂട്ടുകാരെ പട്ടം പറത്താൻ ക്ഷണിച്ചു. അവർ ഒത്തുചേർന്ന് പട്ടം പറത്തി. അവരുടെ സന്തോഷം കണ്ട് ഇളങ്കാറ്റ് കൂടുതൽ വേഗത്തിൽ പട്ടത്തിനെ വായുവിൽ ഉയർത്തി.